I am for the accused, Your Honor. ദേവസ്യ. അതെ സാർ. ജോജി റൂമിൽ നിന്ന് ഓടിപ്പോകുന്നതല്ലേ നിങ്ങൾ കണ്ടത്? അതെ സാർ. സാർ അത് നിങ്ങൾ റൂമിലെത്തിയപ്പോൾ സ്റ്റീഫൻ മരിച്ചിരുന്നോ? മരിച്ചിരുന്നു സാർ. ജോജി സ്റ്റീഫനെ കൊല്ലുന്നത് നിങ്ങൾ കണ്ടിരുന്നോ? ഇല്ല, റൂമിൽ നിന്ന് ഓടിപ്പോകുന്നതേ കണ്ടുള്ളൂ. ഉടുപ്പിലും കയ്യിലും ഒക്കെ രക്തം ഉണ്ടായിരുന്നു സാർ. That's all, Your Honor. CW2 പ്രവീൺ. യെസ് യുവർ ഓണർ, ഇത് പ്രവീൺ. KN ബീച്ച് റിസോർട്ടിൽ നിന്നും 1 കിലോമീറ്റർ മാറിയുള്ള പെട്രോൾ പമ്പിലെ ജീവനക്കാരനാണ്. റിസോർട്ടിലെ CCTV ഫുട്ടേജ് നശിപ്പിച്ചിട്ടാണ് പ്രതി അന്ന് അവിടെ നിന്ന് പോയത്. പക്ഷേ പെട്രോൾ പമ്പിലെ CCTVയിൽ നിന്നും പ്രതിയെ തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട്. കൂടാതെ ജോജിയുടെ വസ്ത്രത്തിൽ രക്തം പറ്റിപ്പിടിച്ചിരുന്നതും ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. അന്ന് പ്രവീൺ കണ്ടത് എന്തായിരുന്നു? ആ ദിവസം എനിക്ക് പമ്പിൽ നൈറ്റാണ് സാറേ. ഒരു 10:30 കഴിഞ്ഞപ്പോഴാണ് ഇയാൾ പെട്രോൾ അടിക്കാണ്ട് വന്നത്. പത്രത്തിലെ ഫോട്ടോ കണ്ടപ്പോഴാണ് സാറേ എനിക്ക് മനസ്സിലായത്. അത് ഞാൻ സ്റ്റേഷനിൽ പറയുകയും ചെയ്തു. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. ജോജിയുടെ ഡ്രസ്സിലെ രക്തം കണ്ടിട്ട് അതെന്താണെന്ന് നിങ്ങൾ ചോദിച്ചില്ലേ? ചോദിച്ചു സാറേ. ഇതെന്ത് പറ്റിയ ഏട്ടാ? അത് പിന്നെ ആക്സിഡന്റ് ആയ ഒരാളെ ആശുപത്രി കൊണ്ടുപോയിട്ട് വരുന്നത്. ആ അത് ശരി. ആക്സിഡന്റ് പറ്റിയ ഒരാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വരുന്നെന്നാ പറഞ്ഞേ. That's all, Your Honor. CW3 CI അലക്സ് ജോസഫ്. താങ്കളാണ് ഈ കേസിൻ്റെ അന്വേഷണം നടത്തി പ്രതിയെ അറസ്റ്റ് ചെയ്തത്? അതെ. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. CI അലക്സ് ജോസഫ്. അതെ. ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴല്ലേ ട്രാൻസ്ഫർ ആയത്? യെസ്. താങ്കളുടെ അന്വേഷണത്തിൽ ഈ നിൽക്കുന്ന ജോജിയാണ് കൊന്നതെന്ന് ഉറപ്പുണ്ടായിരുന്നോ? ഇല്ല, സംശയത്തിൻ്റെ പേരിലായിരുന്നു ഇയാൾ അറസ്റ്റ് ചെയ്തത്. ചോദ്യം ചെയ്തപ്പോൾ ഇയാളുടെ കാമുകിയെ മരണപ്പെട്ട സ്റ്റീഫൻ ശല്യം ചെയ്ത വിവരം നേരിൽ കണ്ട് ചോദിക്കാനായിരുന്നു അന്നവിടെ പോയതെന്നാണ് പറഞ്ഞത്. That's all, Your Honor. CW4 CI പ്രദീപ് കുമാർ. PW 527 മേ ബി ഗിവൺ അപ്പ് യുവർ ഓണർ. ഈ കേസിൻ്റെ പ്രാഥമിക അന്വേഷണം നടത്തിയത് താങ്കളല്ലേ? അതെ. ഈ കേസിൻ്റെ കൃത്യസ്ഥലമഹസർ രേഖപ്പെടുത്തിയതും പ്രാരംഭ സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്തിയതും താങ്കളാണ്? അതെ. ഈ കേസിലെ സാക്ഷികളെ കണ്ട് മൊഴി രേഖപ്പെടുത്തിയതും തൊണ്ടിമുതലുകൾ കണ്ടെടുത്തതും അന്വേഷണം നടത്തി അന്തിമ റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കിയതും താങ്കളാണ്? അതെ. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്റ്റീഫനെ കൊന്നത് ജോജിയാണെന്ന് താങ്കൾ ഉറപ്പിച്ചത്? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരണം സംഭവിച്ചത് രാത്രി 10-നും 10:30 ഇടയിലാണ്. ജോജി ആ സമയത്ത് റിസോർട്ടിലെ റൂം പോയി കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഫോറൻസിക് റിപ്പോർട്ടിൽ ജോജിയുടെ ഫിംഗർ പ്രിന്റ് സ്റ്റീഫന്റെ ശരീരത്തിൽ പതിഞ്ഞതായും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജോജിയുടെ സാന്നിധ്യവും വിരലടയാളവും കൊണ്ട് മാത്രം അയാൾ എങ്ങനെ പ്രതിയാകും? ജോജി എത്തുന്നതിന് മുമ്പേ സ്റ്റീഫനെ മറ്റൊരാൾ കൊലപ്പെടുത്തിയതാണെങ്കിലോ? ഒബ്ജക്ഷൻ യുവർ ഓണർ. ഒബ്ജക്ഷൻ ഓവർ റൂൾ. That's all, Your Honor. CW8 ഡോക്ടർ ഷാജി. താങ്കളാണ് മരണപ്പെട്ട സ്റ്റീഫന്റെ പോസ്റ്റ്മോർട്ടം നടത്തിയത്? അതെ. അല്ല, എന്തായിരുന്നു മരണകാരണം? എന്തായിരുന്നു എന്ന് പറയണം. തലയുടെ വലതുഭാഗത്തെ രക്ഷതമാണ് മരണകാരണം. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. ഡോക്ടർ ഷാജി അല്ലേ? യെസ്. താങ്കളുടെ റിപ്പോർട്ടിൽ
തലയുടെ വലതുഭാഗത്തേറ്റ ക്ഷതം മൂലമാണ് മരണമെന്ന് കാണുന്നു. യെസ്. ഏകദേശം എപ്പോഴായിരിക്കും മരണം സംഭവിച്ചിട്ടുണ്ടാവുക? രാത്രി 10-നും 10:30-ക്കും ഇടയ്ക്കാണ് യുവർ ഓണർ. സ്റ്റീഫന്റെ ശരീരത്തിൽ ജോജിയുടെ വിരലടയാളം പതിഞ്ഞിട്ടുള്ളതായി അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു. അങ്ങനെയാണെങ്കിൽ മരണത്തിന് മുമ്പ് സ്റ്റീഫനും ജോജിയും തമ്മിൽ ഒരു മൽപ്പിടുത്തം ഉണ്ടായി കാണുമോ? ജോജിയുടെ വിരലടയാളം സ്റ്റീഫന്റെ ശരീരത്തിൽ അവ്യക്തമായി പതിഞ്ഞിട്ടുണ്ട്. അവർ തമ്മിലുള്ള മൽപ്പിടുത്തത്തിൽ സംഭവിച്ചതാകാം. ദാറ്റ്സ് ആൾ, യുവർ ഓണർ. CW9 SI നിസാർ. താങ്കളാണ് ഈ കേസിലെ FIR രേഖപ്പെടുത്തിയത്. യെസ്. ദാറ്റ് മേ ബി മാർക്ക്ഡ് ആസ് എക്സിബിറ്റ് P12. ദാറ്റ്സ് ഓൾ, യുവർ ഓണർ. SI നിസാർ, താങ്കൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന കാറിന് എന്ത് വില വരും? എടുത്തിട്ട് അധികം ആയില്ലല്ലേ? ഏകദേശം 30 ലക്ഷം രൂപ വില വരും, അല്ലേ? അതെ. താങ്കളുടെ കുറഞ്ഞ കാലത്തെ സർവീസിനിടയിൽ ഇത്രയും വില കൂടിയ കാർ വാങ്ങാനുള്ള കാശ് എവിടെ നിന്ന് കിട്ടി? അതെന്റെ ഫാദറിലോ വാങ്ങി തന്നത്. ബിസിനസ് തകർന്ന് കേസിലകപ്പെട്ട താങ്കളുടെ അമ്മായിയപ്പൻ്റെ കയ്യിൽ ഇത്രയധികം പണം നീക്കിയിരിപ്പുണ്ടായിരുന്നു അല്ലേ മിസ്റ്റർ നിസാർ? സ്റ്റീഫന്റെ കൊലപാതകം നടന്നതിന്റെ പിറ്റേ ദിവസം താങ്കൾ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ സന്ദർശനം നടത്തിയിരുന്നോ? ഒബ്ജെക്ഷൻ, യുവർ ഓണർ. ഒബ്ജെക്ഷൻ ഓവർ റൂൾഡ്. പറയൂ മിസ്റ്റർ നിസാർ, താങ്കൾ ബന്ധുവിനെയാണോ സുഹൃത്തിനെയാണോ സന്ദർശിക്കാൻ പോയത്? ഒരു ബന്ധുവിനെയാണ് കാണാൻ പോയത്. DYSP ബീന ജോൺ താങ്കളുടെ ബന്ധുവാണല്ലേ? താങ്കൾ അന്ന് സന്ദർശിച്ചത് DYSP ബീന ജോണിന്റെ മകൾ റീനയാണ്. എന്തിനായിരുന്നു അത്? മാഡത്തിന്റെ മകളുടെ കൈ ഫ്രാക്ചറായി ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. ഒരു സുപ്പീരിയർ ഓഫീസറോട് സബോർഡിനേറ്റായ താങ്കൾക്ക് അത്രയ്ക്ക് അടുപ്പമുണ്ടായിരുന്നു? ഞാൻ വ്യക്തിപരമായ ആവശ്യത്തിന് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ മാഡത്തിന്റെ മകൾ അവിടെ അഡ്മിറ്റ് ആണെന്ന് അറിഞ്ഞു. അങ്ങനെ അന്വേഷിച്ചു തന്നതാ. ദാറ്റ്സ് ആൾ, യുവർ ഓണർ.